നമ്മൾ രാത്രി ആയപ്പോഴത്തേക്കും ഒന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, ക്യൂൻസ് വാക്ക് വേയിലേക്ക് പോണ മുന്നേ നമുക്ക് കുറച്ച് ഡീസലും കൂടെ അടിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. എപ്പോഴും നമ്മൾ ബോറടിച്ചിരിക്കുന്ന ഒരു സമയത്ത് എപ്പോഴും പോണത് ഇവിടെയാണ് കേട്ടോ, ക്യൂൻസ് വാക്ക് വേയിലാണ്. ചിലപ്പോൾ നമ്മളവിടെ ഇറങ്ങാൻ കൂടിയില്ല കേട്ടോ, നമ്മൾ വെറുതെ കാറിന് പോയി ചുറ്റിയടിച്ച് വീട്ടിൽ വരും കേട്ടോ. അപ്പോൾ അതേ ലച്ചുവിൻ്റെ ഒച്ചയൊന്നും കേൾക്കാനില്ല. അപ്പോൾ ഞാൻ ലച്ചുവിനെ നോക്കുമ്പോൾ ലച്ചു അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കണേണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, ലച്ചു കാഴ്ചയൊക്കെ കണ്ടിരിക്കും ലച്ചു എന്ന് പറയണേ. ചില ദിവസങ്ങളിൽ അങ്ങനെയാണല്ലേ, നമുക്കിങ്ങനെ വീട്ടിലിരുന്ന് അങ്ങോട്ട് ബോറടിച്ച് ആകെ ഇതാവും. അപ്പം നമ്മളൊന്ന് പുറത്തിറങ്ങി എന്താ പറയുക, 10 ആൾക്കാരെ അങ്ങോട്ട് കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് അങ്ങോട്ട് സെറ്റാവും. ചില ദിവസങ്ങളിൽ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. കുറേ ദിവസം നമ്മൾ എവിടെയും പോവാതിരുന്നിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ബോറടി ആയിരിക്കും, എന്തോ മൈൻഡൊക്കെ എന്തോ പോലെ. അതേ സമയം ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ എത്ര മണിയായി, ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ് ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഫുഡ് കഴിക്കാനൊന്നും അല്ല വരുന്നത്, നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം മഴ പെയ്യാനാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. സേതുട്ടൻ പറയണം, ഇതാണ് കേട്ടോ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റാണ്, ഏകദേശം പണി തീരാറായി എന്ന് പറയുക. ഇവിടെ വന്ന ഫ്ലാറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാ ഫ്ലാറ്റും കാണുമ്പോഴത്തേക്കും ഞാൻ പറയും അടിപൊളി ഫ്ലാറ്റാണില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഞാൻ പറയും ഇവർക്ക് എന്ത് ഭാഗ്യമല്ലേ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കാമല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ പറയും കേട്ടോ. അപ്പം അതിൻ്റെ ഇടക്കാണ് ഒരു ഒച്ച കേട്ടത്. അപ്പം എന്താന്ന് നോക്കുമ്പോഴത്തേക്കുമാണ് കേട്ടോ കപ്പലണ്ടി വരണതിൻ്റെ ഒച്ചയാണ് കേട്ടോ ലച്ചു കേട്ടോണ്ടിരിക്കണത്. അപ്പം ഞാൻ പറയും വേണോന്ന് വെച്ചപ്പോൾ വേണ്ട. അപ്പോഴാണ് കേട്ടോ ക്യാൻഡി കണ്ടത്. അപ്പോൾ അവൾക്ക് അത് മതി. സേതുവണ്ണ അവളും കൂടി ഓടിച്ചു എന്നത് മേടിക്കാൻ പോയി. കാരണം ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം പോകും. കാരണം ഒരു ആൾക്കാർ നമ്മൾ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും വന്നിരിക്കും കേട്ടോ. നല്ല രസമാണ്, അങ്ങനെ കാറ്റും കാഴ്ചയും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ 12 മണി 1 മണി നേരത്തൊക്കെ നമുക്ക് പേടിക്കാതെ സമാധാനമായിട്ട് ഇവിടെ വന്നിരിക്കുക കേട്ടോ. നിങ്ങൾ വിചാരിക്കും 12 മണി 1 മണി പേടിയാവില്ലെന്ന്. ഒരു പേടിയും പേടിക്കേണ്ട, ഇവിടെ സേഫായിട്ട് വന്നിരിക്കുക. ആ സമയത്ത് ഫാമിലീസൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ലച്ചുവിന് ക്യാൻഡി കിട്ടിയപ്പോൾ തന്നെ ലച്ചു ആകെ ഹാപ്പി, ആ മുഖത്ത് ആ സന്തോഷം കാണണം കേട്ടോ. ഇങ്ങനെ ഐസ്ക്രീം ചോക്ലേറ്റ് ഒക്കെ കണ്ടാൽ ലച്ചു വേറൊരു ഇതിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ലച്ചുവിന് ഞാൻ ചോദിച്ചു എന്ത് ഫ്ലേവറാണ് നീ വാങ്ങിയേക്കണമെന്ന് വെച്ചപ്പോൾ സ്നിക്കേഴ്സാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛൻ എന്താ മേടിച്ചേക്കണമെന്ന് വെച്ചപ്പോൾ പാലടയാണ് കേട്ടോ സേതുട്ടൻ മേടിച്ചത്. അപ്പം ഇനി ഞാൻ പോയി എനിക്ക് നോക്കിയിട്ട് വരണം. അപ്പോൾ ഇവരിവിടെ ഇരുന്നോളൂ, നമ്മുടെ സ്ഥലം പോവില്ലല്ലോ. അപ്പോൾ അതേ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഈ ക്യാൻഡീസും എന്താ ഫേക്കായിട്ടുള്ള ഐസ് ക്യൂബ്സൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറേ നേരം അവിടെ നോക്കിയിരുന്നു കേട്ടോ. എന്തോ ഇതിനോടൊരു വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അപ്പോൾ ഞാൻ ഏതൊക്കെ ഫ്ലേവർ ഉണ്ടെന്ന് അവരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചില ഫ്ലേവറൊക്കെ ഓൾറെഡി തീർന്നിട്ടുണ്ടായി. വാട്ടർ ബേസ്ഡ് ഐസ്ക്രീം മിക്കതും തീർന്നു എന്ന് പറഞ്ഞു കേട്ടോ. ഏതോ 2 ഫ്ലേവർ ഉണ്ട്, അത് ഞാൻ വേണ്ടാന്ന് നിന്നിട്ട് ലാസ്റ്റ് ഞാൻ വാങ്ങിയത് ബനാനയാണ് കേട്ടോ. അപ്പോൾ ലച്ചു ചോദിക്കണ്ടായി അമ്മ എന്തിനാണ് ഇത് വാങ്ങിയത്. സേതുട്ടൻ ഒരെണ്ണം കഴിഞ്ഞ് രണ്ടാമതും മേടിച്ചു കേട്ടോ. റസ്മലായി ഫ്ലേവറാണ് കേട്ടോ സേതുട്ടൻ മേടിച്ചത്. അപ്പോൾ അവിടെ ആളുകളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. അതേ പോണ ഐസ് വണ്ടി എന്നാണ് കേട്ടോ ഇവരിട്ടേക്കണത്. എന്തായാലും കൊള്ളാം. ഞങ്ങളവിടെ വന്നിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് ഐസ്ക്രീം വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല രസമായിട്ട് നമുക്ക് ഈ ചൂടത്ത് നല്ല തണുത്ത കാറ്റും കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഒരുപാട് പേര് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നല്ല രസമാണ് ഇവിടെ വന്നിരുന്ന് ഇവിടെ കാഴ്ചയാണ്. അപ്പോൾ തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് കേട്ടോ, ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെ നമുക്കൊന്ന് പതുക്കെ നടക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ വെറൈറ്റി ഓഫ് ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. ഒറ്റ ലൈനിൽ തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഫുഡുകൾ കിട്ടും. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ അറ്റം വരെ ഫുഡാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു അത്തർ വന്നിട്ടുണ്ടായിട്ടോ, ഞാൻ ഞെട്ടിപ്പോയി. ബാക്കി എല്ലാം ഫുഡിൻ്റെയാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിലും കുഞ്ഞു കുഞ്ഞു തട്ടുകടകളാണ് കേട്ടോ, എല്ലാം അടിപൊളി. അപ്പോൾ ഈ കട കണ്ടപ്പോൾ സേതുട്ടൻ പറഞ്ഞു ഇതാണ് വൈറലായിട്ടുള്ളൊരു ഇത്. ഇവിടെ ഒരു അമ്മയും മോളും ഉണ്ട്. ഇതിൻ്റെ വീഡിയോ ഒക്കെ ആൾക്കാർ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കുട്ടിയിട്ട് എല്ലാവർക്കും നന്നായിട്ട് സെർവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സേതുട്ടൻ ചോദിക്കണം നീ എന്തെങ്കിലും വാങ്ങിക്കോ. പക്ഷെ നമ്മുടെ വയറ്റിൽ 1 ഇഞ്ച് സ്ഥലമില്ല. ഓൾറെഡി ഫുഡ് കഴിച്ചു, ക്യാൻറ്റീൻ കഴിച്ചു. അപ്പോൾ ഇനി വേണ്ട, ഇനി അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓവറായി ചളമാവും, അതുകൊണ്ട് വേണ്ട. പിന്നെ രാത്രി ഒരുപാടായില്ല. ക്യാൻഡി കഴിച്ചപ്പോൾ തന്നെ ലച്ചു സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ദിവസം വരണം. സത്യത്തിൽ ഇവിടെ വന്നിട്ട് ഞാനൊന്നും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടുത്തെ ഫുഡൊന്നും വാങ്ങി കഴിച്ചിട്ടില്ല. ആകെ എന്തോ എപ്പോഴും ഒരു മോമോസ് വാങ്ങി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ലച്ചുവിന് പറയുകയാണ് ഞങ്ങൾ അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു ലെറ്ററിൽ ഓടിപ്പോയി തൊട്ടിട്ട് വാ ലച്ചു. ലച്ചു പറയണേ ഞാൻ പോവില്ല. അങ്ങനെ ലാസ്റ്റ് പോയി ഞാൻ തൊടാന്ന് പറഞ്ഞാൽ അത് തൊട്ടിട്ട് ഓടി വരികയാണ് കേട്ടോ.
ഇവിടെ വന്നിട്ട് ഐ ലവ് കൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കാത്തവരാരും ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഫോട്ടോ സ്പോട്ട് തന്നെയാണ് കേട്ടോ ഈ സ്ഥലം. രാത്രി വന്നാലാണെങ്കിലും പകൽ വന്നാലാണെങ്കിലും. അപ്പം അതേ കുറേ സ്റ്റിക്കേഴ്സ് അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിക്കറിന് 20 രൂപയാണ് കേട്ടോ. ലച്ചു വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിങ്ങനെ കളക്ട് ചെയ്യണ ആൾക്കാർക്ക് പറ്റിയ സ്റ്റിക്കർ അല്ലാതെ വെറുതെ വാങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ പോണ പോക്കിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായി ഒരെണ്ണം വാങ്ങി തരുമോയെന്ന്. പക്ഷെ വാങ്ങിയില്ല, നെക്സ്റ്റ് ടൈം ആവട്ടെ. അപ്പം ഇതിലേതെങ്കിലും വേണമെന്ന് വെച്ചപ്പോൾ അമ്മ എനിക്ക് വേണ്ട എന്ന് പറയാം. അങ്ങനെ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല രസം. എനിക്ക് എപ്പോഴും ഇഷ്ടമാട്ടോ ഇവിടെ വരാനായിട്ട്. മിക്കതും ഞങ്ങൾ രാത്രിയാണ് കേട്ടോ വരിക. എനിക്ക് തോന്നുന്നു 5 മണി നേരത്തൊന്നും ഞങ്ങൾ വന്നിട്ടേ ഇല്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ വരാൻ തോന്നുന്നുണ്ട്, ഇടിമിന്നൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മളിങ്ങനെ 3 ആളും കൂടെ ഒരുമിച്ച് ഒരു വണ്ടിയിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് വർത്തമാനങ്ങളൊക്കെ പറയാൻ ശ്രമിക്കും. കാരണം വീട്ടിലിരിക്കുമ്പോൾ ഒരാൾ എന്തെങ്കിലും വേറെ ആക്ടിവിറ്റി, ഒരാൾ വേറെ പുറത്ത് പോകുമ്പോഴാണല്ലോ ഇങ്ങനെ പറഞ്ഞ്. ഞാൻ തന്നെയാണ് കേട്ടോ കൂടുതലും സംസാരിക്കുക, വായ തോരാതെ സംസാരിക്കുക. അവർ രണ്ടുപേരും കേട്ടോണ്ടിരിക്കുക, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ സേതടം പറയാം അവിടെ 49 റുപ്പീസിന് ജ്യൂസ് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ പോവുകയാണ് കേട്ടോ. ഇവിടെയാണ് ഏറ്റവും തിരക്ക് പിടിച്ച സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ എന്താ പറയുക, രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കും ബ്ലോക്കും ഒക്കെയാണ്. പെൻറ്റാമേനക എത്താറായിട്ടുണ്ട്. നമുക്ക് ഇവിടെ വന്നിട്ടാണ് എല്ലാവരും മൊബൈലിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങൾ കൊടുക്കൽ, വാങ്ങൽ, ഫോൺ കവർ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഈ പെൻറ്റാമേനകയിലാണ് കേട്ടോ നമുക്ക് കൊടുക്കണം. ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് വാങ്ങിയിട്ടൊക്കെ പോകും കേട്ടോ. അപ്പം ഞാനും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫോണിൻ്റെ മിക്ക കാര്യത്തിനും ആളുകൾ വരുന്നത് അവിടെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ പിന്നെയും ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കുറേ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ബേപ്പറേഡ് മാള് കാണുന്നത്. ഞാനും സേതുവണ്ണനും കൂടെ കല്യാണമൊക്കെ ഉറപ്പിച്ചപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരുന്ന ഒരു മാളായിരുന്നു കേട്ടോ അത്, ബേപ്പറേഡ് മാള്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സേതുവണ്ണൻ്റെ കൂടെ അവിടെയൊക്കെ ബേപ്പറേഡ് മാളിലൊക്കെ കയറുന്നത്. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഒന്ന് അങ്ങനെ വല്ലപ്പോഴും ഒന്ന് പുറത്തിറങ്ങും കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എന്താ, കോൺവെൻറ്റ് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ സിലോൺ ഹൗസ് ഉണ്ട്, ബേക്ക് ഹൗസ് ഉണ്ട്. ഇവിടെ അടിപൊളി ബിരിയാണിയും പൊറോട്ടയും ചില്ലി ചിക്കനും ഒക്കെ കിട്ടും കേട്ടോ. അപ്പം അതെല്ലാം കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പോവുകയാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഇങ്ങനെ ഒരു പഴയ കാര്യത്തിലേക്ക് ചെന്നെത്തുമല്ലോ. അപ്പം ഞാനിങ്ങനെ പണ്ടത്തെ കാര്യങ്ങൾ പറയുകയാണ്. വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഞങ്ങളങ്ങനെ പുറത്തൊക്കെ പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാട്ടോ. ഇങ്ങനെ വല്ല പാർക്കിലൊക്കെ പോകുന്നല്ലാതെ സിനിമക്ക് പോവും, പിന്നെ നാട്ടിൽ പോവും. അതല്ലാതെ അങ്ങനെ ഇപ്പോഴത്തെ കുട്ടികളും അച്ഛനും അങ്ങനെയൊന്നും പോക്കില്ല. പുറത്ത് പോയി ഫുഡൊന്നും ഹോട്ടലിലൊക്കെ കയറി കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ല കേട്ടോ. പിന്നെ അച്ഛൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരും പാഴ്സലൊക്കെ ഇട്ട്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ വന്നിരുന്ന് കഴിക്കും. അപ്പോൾ അതേ ഇതാണ് കേട്ടോ, സുഭാഷ് പാർക്കാണ്. ഇവിടെയാണ് കേട്ടോ മിക്കപ്പോഴും ഞാനും അച്ഛനും അമ്മയും അനിയത്തിയും കൂടെ ഇടയ്ക്ക് വരാറ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിക്കും, വീട്ടിൽ പോകും. അല്ലാതെ നമ്മൾ പുറത്തൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുക അങ്ങനെയൊന്നും എൻ്റെ ഓർമ്മയിൽ തന്നെ ഇല്ല കേട്ടോ. എപ്പോഴും എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ എന്ത് ചെയ്യും, പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരും. വീട്ടിലിരുന്ന് തന്നെ അത് കഴിക്കും കേട്ടോ. മിക്കപ്പോഴും ചില്ലി ചിക്കൻ അത് ഇത് അങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിക്കൊണ്ടുവരും, പുറത്ത് കഴിക്കലില്ല. അപ്പോൾ നമ്മളിത് ഡി എച്ച് ഗ്രൗണ്ട് എത്തിയപ്പോൾ സേതര അവിടെ കയറണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ പോകേണ്ട ഇടയ്ക്ക് ലച്ചു ഉമ്മീസ് കിച്ചൺ ഒരു ഇടയ്ക്ക് വൈറലായി എന്ന് സേതട്ടൻ പറയുന്നുണ്ടായിട്ട്. അത് സേതര പറഞ്ഞപ്പോഴാണ് എനിക്കറിയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തായിരുന്നു അവരെ ഫുഡ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറയണത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇടയ്ക്ക് എന്താ പറയുക, സെൻട്രൽ മാളിൽ പോകാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. സെൻട്രൽ മാളിൽ പോയി ഒരു സിനിമയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചു തരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ലച്ചുവിൻ്റെ ഒരു അനക്കവും ഇല്ല, അവൾ ഉറക്കം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളവിടെ ബാക്കിൽ കിടന്ന് ഉറങ്ങട്ടെ, നമ്മളപ്പം ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോവാമെന്ന് വിചാരിച്ചു. അതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എവിടെ, ബോറടിക്കുമ്പോൾ പെട്ടെന്ന്, അതായത് നമ്മൾ വീട്ടിലിരുന്ന് ഇങ്ങനെ മുഷിഞ്ഞ് കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകണമെന്ന് തോന്നുന്നത് ഏത് സ്ഥലമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം അത് നോക്കി നമ്മൾ ഇത്രയും രാത്രിയായിട്ടും റോട്ടിൽ നിറച്ചും വണ്ടികളാണ് കേട്ടോ. അപ്പോൾ ലച്ചു പയ്യെ അങ്ങോട്ട് കിടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് സ്റ്റേഡിയത്തിലേക്ക് കൂടെ പോയി കറങ്ങിയടിച്ച് പോകാമെന്നായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മളങ്ങനെ പോണില്ല, കാരണം അവൾക്ക് ഉറക്കം വരുന്നുണ്ട്. അത്രയും നല്ല കളിയായിരുന്നു. അവളുടെ ഫ്രണ്ടും കൂടെ വൈകുന്നേരം ഭയങ്കര കളിയായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ ബൈപ്പാസ്. അപ്പോൾ ഇവിടെ എലിവേറ്റഡ് ഹൈവേ ആണ് പണിയാൻ പോകണമെന്നൊക്കെയാണ് പറയണത്. ഇനി അത് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം എങ്ങനെ ഇരിക്കും എന്നുള്ളത് കേട്ടോ. ഇപ്പം തന്നെ ഇപ്പം സ്ട്രീറ്റ് ലൈറ്റൊന്നും ഇല്ല കേട്ടോ. സ്ട്രീറ്റ് ലൈറ്റ് പിന്നെ ഈ ഒരു ഹൈവേയിൽ കൂടെ പോകുമ്പോൾ ഒരുപാട് മരങ്ങളാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള മരങ്ങൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഇഷ്ടംപോലെ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ലച്ചുവിന് ഇതൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലച്ചു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോണതാണല്ലോ.
അങ്ങനെ അപ്പോൾ ഇങ്ങനെ പിന്നെയും കുറേ വർത്തമാനത്തിലൂടെ ഇങ്ങനെ പോയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി പുതിയ എലിവേറ്റഡ് ഹൈവേ ഒക്കെ വരുമ്പോഴത്തേക്കും അപ്പം ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, അപ്പോഴെങ്ങനെ ആകും എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കണ്ടു കളയാൻ. ഇടിമിന്നലും കണ്ടില്ലേ. അപ്പം അതിന് മുന്നേ നമുക്കിനി വീട്ടിലും കൂടെ എത്തണം. മഴയാണ്, ഒരു കുടയായിട്ട് ഉണ്ടെന്ന് തോന്നണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ചെയ്തോട്ടൊന്ന് പതുക്കെ നിൽക്കാമെന്ന് നിർത്തണ എന്നോട് ആ കട കണ്ടോ ഈ കട കണ്ടോ എന്നൊക്കെ പറയാനുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതൊന്നും ശ്രദ്ധിക്കില്ല. ചില സമയത്ത് ഞാൻ ഫോൺ എടുത്ത് വെക്കും കേട്ടോ. വെച്ചിട്ട് കുറച്ച് നേരം വെറുതെ കാഴ്ചയാണ്. അപ്പോൾ ചെയ്തിട്ടും പറയും നീ വീഡിയോ എടുക്ക് അങ്ങനെ എപ്പോഴും പറയും കേട്ടോ. അപ്പോൾ ചെയ്തിട്ട് അത് പറയുമ്പോൾ തന്നെ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ നിൽക്കുക കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ചിലപ്പോൾ പുറത്ത് പോകുമ്പോൾ ചില സമയത്ത് ഒരു മൂടുണ്ടാവില്ലല്ലോ വീഡിയോ ഒന്നും എടുക്കാനായിട്ട്. അങ്ങനെ എന്താ പറയുക, ലച്ചു പയ്യെ ഉറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്തോട്ടം പറയേണ്ട ഒരു സംഭവം എനിക്ക് കാണിച്ചു തന്നു കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ LED ഡിസ്പ്ലേ ആണെന്നാണ് കേട്ടോ ഇത് പറയണത്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ലച്ചു ചാടി എണീക്കുന്നുണ്ടായി. കള്ളുറക്കമാണോ ഉറങ്ങിയതെന്നാവും. അപ്പോൾ കുറച്ച് നേരം വണ്ടി അവിടെ ഇട്ടിട്ട് നമുക്കൊന്ന് നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങളത് നോക്കിക്കൊണ്ടിരിക്കുക. ഇത് നേരിട്ട് കാണാനായിട്ട് ഭയങ്കര ക്ലാരിറ്റിയാണ് കേട്ടോ. അപ്പം ഞാനിത് വീഡിയോയിലൂടെ വരുമ്പോൾ അത്രയും ക്ലാരിറ്റി തോന്നണില്ല. നല്ല ഭംഗിയത് കാണാം. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഇമേജസ് ഇങ്ങനെ മാറി വരുന്നത് നോക്കി കുറേ നേരം അവിടെ നിന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ LED ഡിസ്പ്ലേ ആണെന്നാണ് പറയണത് കേരളത്തിൽ. നല്ല രസമുണ്ടായി കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ. കുറേ നേരം അവിടെ നിന്ന് ഞങ്ങളതൊക്കെ കണ്ടു. പിന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകും. അപ്പോഴാണ് ജയലക്ഷ്മി, പുതിയ ജയലക്ഷ്മിയാണ്. ഇതുവരെ പുതിയ ജയലക്ഷ്മിയിലേക്ക് പോയിട്ടില്ല കേട്ടോ. ഒരു ദിവസം നമുക്ക് പോകണം. എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു എന്താണ് ഷോപ്പിംഗ് സ്ഥലമാണ് കേട്ടോ ജയലക്ഷ്മി കല്യാണമൊക്കെ. ഷീമാട്ടിയിൽ അമ്മ പോകാറുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലത്ത് പണ്ട് ഞാൻ ചെയ്തതുകൊണ്ട് വണ്ടിയിൽ പോകുമ്പോൾ പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് കൂടെ പോകാൻ പാടില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ നിന്ന് ഫൈനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ ലൈസൻസ് അങ്ങനത്തെ കുറച്ച്. അപ്പോൾ എനിക്ക് ആ സ്ഥലം എത്തുമ്പോൾ എപ്പോഴും ആ ഒരു ഓർമ്മയാണ് കേട്ടോ. പിന്നെ അത് എടപ്പള്ളിപ്പള്ളി അത് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എടപ്പള്ളിയിൽ വന്നിട്ടുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതേ മഴ പതുക്കെ ചാറി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്ലാസ്സിലേക്ക് നോക്കിയാൽ അറിയാം മഴ ഇങ്ങനെ പെയ്തോന്ന് ചെറുതായിട്ട് കേട്ടോ. മഴ പെയ്യട്ടെ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.